റീസണബിൾ അല്ലാത്ത ക്ലെയിംസ് ഉണ്ടെങ്കിൽ അത് റീസണബിൾ ആക്കണം. മറ്റൊന്ന്, എല്ലാ ക്ലെയിംസും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 4000 പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളത് എന്താ അതിനൊരു അടിസ്ഥാനം? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. വസ്തുതാപരമായി അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും ഓഡിറ്ററുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും എന്തോ തെറ്റായ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നന്ദഭജൻസിന് പൈസ കൊടുത്തു 8 ലക്ഷം രൂപ, അവരവിടെ വന്നിട്ടില്ല. ഇതൊക്കെ വസ്തുതാപരമായ പിശകുകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ. അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ലാന്ന് ഞാൻ എടുത്തു പറയുന്നു. ഹീസ് എ പ്രൊഫഷണൽ. അയാൾക്ക് കിട്ടിയ മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ റിപ്പോർട്ടിനകത്ത് വസ്തുതാപരമായ പിശകുകൾ ഞങ്ങളുടെ നോട്ടക്കുറവ് കൊണ്ട് വന്നിട്ടുണ്ട്. അത് പരിഹരിക്കും. എന്തായാലും താഴെ പറയുന്ന കാര്യങ്ങളിലാണ് ഒരു വ്യക്തത ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന്, കഴിഞ്ഞ ബോർഡ്, ഈ പ്രശാന്തിന്റെ പ്രസിഡന്റ്ഷിപ്പിലുള്ള ബോർഡ്, ഇത് എനിക്ക് തോന്നുന്നത് ഈ IIICയുമായിട്ട് MOU ഒപ്പിട്ടതിന് ശേഷവും ആ എമൗണ്ട് 4.99 കോടി രൂപയായി ഇതിന്റെ ചെലവുകൾ നിജപ്പെടുത്തണം എന്ന് അന്നത്തെ ബോർഡ് ഒരു തീരുമാനമെടുത്തിരുന്നു. ബോർഡല്ല, അന്ന് ഒരു മീറ്റിംഗിൽ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അതുകൊണ്ട് 4.99 കോടിയിൽ ഈ അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് ഞങ്ങൾ അവിടെ വെച്ച് അതിൽ നിലനിർത്തും, അതിൽ നിജപ്പെടുത്തും. ദേവസ്വം ബോർഡ് അഡ്വാൻസ് നൽകിയ 3 കോടി രൂപ തിരിച്ചു വന്ന് ഞങ്ങളുടെ അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് പ്രതീക്ഷിച്ച പലയിടത്തുനിന്നും സ്പോൺസർഷിപ്പ് കിട്ടിയില്ല. ഇനി കിട്ടാനുള്ളത് അദാനി തരാമെന്ന് പറഞ്ഞ 1 കോടി രൂപയാണ്. അത് കിട്ടും. അതിന്റെ GST അടച്ചു കഴിഞ്ഞാൽ അത് ഉൾപ്പെടെ തിരിച്ചു കിട്ടും. അത് നടപടികൾ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വന്നാൽ തന്നെ 4 കോടിയോളം രൂപ, അല്ലെങ്കിൽ 3 കോടി 85 ലക്ഷം രൂപയാണ് അദാനിയുടേത് ഉൾപ്പെടെ ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പിൽ കിട്ടുക. ചില സ്പോൺസേഴ്സൊക്കെ പൈസ തരാമെന്ന് പറഞ്ഞിരുന്നു. അവര് വേണ്ടത്ര പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ വരുമ്പോഴും ഇനി ഒരു 99 ലക്ഷം രൂപ, ഏതാണ്ട് 1 കോടി രൂപ ഇപ്പോഴും ഒരു ഷോർട്ടേജ് ഉണ്ട് ഇത് വന്നതിന് ശേഷം. ഇനി ഒരു കാരണവശാലും ബോർഡിന്റെ ഫണ്ട്, ഇതൊക്കെയാണെങ്കിലും ബോർഡിന്റെ ഫണ്ട് ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല എന്ന് കോടതിയിൽ കൊടുത്ത വാക്ക് പാലിക്കും. ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. 3.85 crores. അല്ല, അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. വരും, അവര് വരുന്ന ഉറപ്പായിട്ടുണ്ട്. 385 കോടി രൂപ നമുക്കങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടി. നമ്മളിപ്പോ കൊടുത്തു തീർക്കേണ്ട 499. കേരള ബാങ്കിന്റെ 85 ലക്ഷം രൂപ, അത് GST കൊടുത്തോണ്ട് 1 കോടിയിൽ അവർ GST കൊടുത്തിട്ട് 85 കിട്ടിയുള്ളൂ. അപ്പോ 1.85 അദാനിയുടെ 1. അപ്പോൾ അങ്ങനെ 2.85 അല്ല 3.85 നമുക്ക് സ്പോൺസർഷിപ്പ് വഴി വരുന്നത്. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 499 നമ്മൾ നിജപ്പെടുത്തുമ്പോൾ കൊടുത്തു തീർക്കാൻ ഇനിയും 1 കോടി 15 ലക്ഷം രൂപ, 1 കോടി 15 ലക്ഷം രൂപ ഇനിയും ഉണ്ട്. അപ്പോൾ ബോർഡിന്റെ പൈസ ഏതായാലും എടുക്കുകയുമില്ല. ഫൈനൽ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് കോടതി നിശ്ചയിച്ച സമയത്തിനുള്ളിൽ പുതിയ റിവൈസ്ഡ് ഓഡിറ്റ് റിപ്പോർട്ടും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൌണ്ടും ഈ ടാസ്ക് ഫോഴ്സിന്റെ സഹായത്തോടുകൂടി 26-ാം തീയതി കോടതിയിൽ സമർപ്പിക്കും. അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കും. പല സ്പോൺസേഴ്സും ഒക്കെ നേരത്തെയൊക്കെ വാഗ്ദാനമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പിന്നെ ഞങ്ങളുടെ പൈസ അതിലും എടുക്കില്ല. വാഗ്ദാനമുണ്ടല്ലോ. അല്ല, 27-ാം നമ്മൾ റിവൈസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. അഫിഡവിറ്റും 27-ന് കോടതിയിലാണ്. 26-ന് സബ്മിറ്റ് ചെയ്യണം. 27-നാണ് മൊത്തം ചെലവായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് ചെലവ്. ആക്ച്വലി അവർക്ക് അതിൽ കൂടുതൽ ചെലവായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. 7 കോടി 11 ലക്ഷം രൂപ ചോദിക്കുന്നു. ആ 7 കോടി 11 ലക്ഷം രൂപ ചോദിക്കുന്നവരോട് 4 കോടി 99 ലക്ഷം രൂപയെ തരികയുള്ളൂ എന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? അവരത് യെസ് പറഞ്ഞു? അവർ യെസ് പറഞ്ഞിട്ടില്ല, പക്ഷെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താണ് അവരുടെ റിപ്ലൈ? സ്വാഭാവികമായിട്ട് അവർക്ക് വിഷമം വരുമല്ലോ. അവരിനിയും അവർക്ക് കൊടുക്കാനുള്ള ആളുകളോടൊക്കെ അവർ നെഗോഷിയേറ്റ് ചെയ്യുകയോ ബോർഡ് ഇത്രേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ക്രെഡിറ്റേഴ്സുമായിട്ട് അവര് പിന്നെ ആശയവിനിമയം നടത്തും എന്നാണ് ഞാൻ വിഷയം കോടതിയിലേക്ക് പോകും എന്നതല്ലേ? സ്വാഭാവികമായിട്ട് അവർ അത്ര കോടി രൂപ വേണ്ടെന്ന് അത്തരത്തിലുള്ള
അവര് 6 കോടി 55 ലക്ഷം രൂപ ചെലവായിട്ട് അവര് റിക്വസ്റ്റ് ചെയ്തു. ഈ നമ്മൾ 4 കോടി 99 ലക്ഷം എന്ന് പറയുമ്പോൾ അവർ ആ തുകയ്ക്ക് സമ്മതിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഞങ്ങൾ ഇത്ര തരുള്ളൂ എന്നുള്ള അവർക്ക് അറിയാം. അവർക്ക് സമ്മതിക്കാതെ നിവർത്തിയില്ലല്ലോ. അല്ല, അവർ 8 കോടിയായിരുന്നു MOU അനുസരിച്ചിട്ടുള്ള ഞങ്ങൾ എഗ്രി ചെയ്ത്. പക്ഷേ അത് 7.04 ആണ് അവരുടെ ഫൈനൽ ബില്ല്. അത് കൂടുതലാണെന്ന് പറഞ്ഞുകൂടാ. അല്ല, പെരുപ്പിച്ച കണക്കെന്ന് നമുക്ക് പറയാൻ അതിന് അടിസ്ഥാനമൊന്നുമില്ല. ഓഡിറ്റ് അടിസ്ഥാനത്തിലല്ല, അവരുടെ ബില്ലനുസരിച്ച്. അത് കൊടുത്തതെല്ലാം തിരിച്ചു കിട്ടിയല്ലോ. 3 കോടി കൊടുത്തു, തിരിച്ച് നമ്മൾ റിക്കൂപ്പ് ചെയ്തല്ലോ. കൊടുത്തതാണ് തിരിച്ചു കിട്ടിയത്. നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എടുത്തത് അത് കൊടുത്തില്ല. 3 കൊടുത്തുള്ളൂ. അതൊക്കെ ഇനി അതിന് ഓഡിറ്റിന് വിധേയമാവേണ്ട കാര്യങ്ങളാണെന്ന് ഇപ്പൊ പരാമർശിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞ റെക്ടിഫിക്കേഷൻ, വെരിഫിക്കേഷൻ എന്നൊക്കെ വാക്കുകൾ ഉപയോഗിച്ചില്ലേ. അതൊക്കെ ഓഡിറ്റർക്ക് വേണ്ടത്ര കൊടുക്കില്ല. അത് പിന്നെ പരിശോധിക്കാം. ആദ്യം ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യട്ടെ. ഏറ്റവും വലിയ എമൗണ്ട് കൊടുക്കാനുള്ളത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് പറയുന്ന കാര്യത്തിലാണ്. അവിടെ കാരണം അവരുമായിട്ടാണല്ലോ ഞങ്ങളുടെ MOU. അപ്പൊ അതില് എത്ര അവർക്ക് അഡ്വാൻസ് കമ്പനിക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്? ഈ പറയുന്നത് 7 സംതിങ്ങാണ് ഈ കരാർ ഉറപ്പിച്ചുള്ളത്. അതും ടെൻഡർ ഇല്ലാതെ കൊടുത്തുന്ന ആക്ഷേപമാണ് കോടതിക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതെ അത് ഞാനിപ്പോ അതൊന്നിപ്പോ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഇവരോട് ടെൻഡർ IIICയുടെ ടെൻഡർ വിളിച്ചിട്ടില്ല. അവര് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക്, കേസിന്റെ കീഴിലൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അവരെ വിളിച്ച് ഏൽപ്പിച്ചു. അത് ടെൻഡർ ഇല്ല. പക്ഷേ അവർ കൊടുത്തിരിക്കുന്ന മറ്റ് കരാറുകളെ സപ്ലയേഴ്സ് ഒക്കെ തന്നെ അവർ ടെൻഡർ വിളിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് ഞാൻ വെരിഫൈ ചെയ്യുമെന്ന് പറഞ്ഞത്. ടെൻഡർ വിളിച്ചിട്ട് ലോവസ്റ്റിനാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി ഓഡിറ്റിന് വിധേയമാവണം. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് കണ്ടമാനം കൊടുത്തു എന്നൊക്കെ അത് ശരിയല്ല. അത് ഓരോ രേഖയും വെച്ചിട്ട് ഓഡിറ്റ് വീണ്ടും പരിശോധിക്കണം. 4.99. അപ്പൊ ബാക്കി അവർ പറഞ്ഞത് ഇത് കഴിഞ്ഞ ബോർഡാണ്. ഇത് ഈ 4.99 നടത്തണം എന്ന് തീരുമാനിച്ചത്. ഞങ്ങളത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആദ്യത്തെ MOU. അതിനു മുമ്പാണ് MOU. അതിനുശേഷം 4.99 എന്നൊരു തീരുമാനത്തിൽ അന്നത്തെ ബോർഡ് എത്തി. അതിന് മുകളിൽ ചെലവായിട്ടില്ല എന്നാണ് ബോർഡ് ഇപ്പോൾ കരുതുന്നത്. ഞങ്ങൾ ചെലവായിട്ടില്ല. കഴിഞ്ഞ ബോർഡ് തന്നെ കൂടി തീരുമാനിച്ചു. അവർ തന്ന ബില്ല് 7 അല്ലേ? നമ്മൾ കൊടുക്കുന്നില്ല. അതെല്ലാം വെരിഫൈ ചെയ്യട്ടെ. 8 കോടി 8.22 ലക്ഷം. ആ 8.22 അവരുടെ ബില്ല് 7 കോടി. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ 4.99 തരുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചു. കഴിഞ്ഞ ബോർഡാണ് തീരുമാനിച്ചത്. MOU പറയുന്ന 8.22 ലക്ഷവും വേണമെങ്കിൽ 10% അഡീഷണൽ ആയി കൂടി നൽകാമെന്നും പറയുന്ന MOU ഉള്ളപ്പോൾ നമ്മൾ ഈ 4.99 തരുവുള്ളൂ. വാക്കാലായിരിക്കും സാർ പറഞ്ഞ ഈ 4.99 പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ വാക്കല്ല, അന്നത്തെ ബോർഡ് അവരോട് പറഞ്ഞതാണ്. അത് റിട്ടേൺ ആയിട്ടുണ്ടോ? അതെനിക്കറിഞ്ഞൂടാ. കമ്മ്യൂണിക്കേറ്റ് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്. കോടതിയിലും പറഞ്ഞു. അപ്പൊ അവർക്ക് 4.75 കിട്ടുള്ളൂ. 4.75 അവർക്ക് കിട്ടുള്ളൂ. അവർ സമ്മതിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കൊടുക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല. അവർക്ക് ഈ പറയുന്നത് ചെലവായതാണെങ്കിൽ അവർ സ്വാഭാവികമായി സമ്മതിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്റർടൈൻ ചെയ്യേണ്ട ഒരു സമയമല്ല. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ സൂചനയുമില്ല. അല്ലല്ല, അങ്ങനെ സൂചന, അങ്ങനെ ഒരു ദുസൂചനയും ഇല്ല അതിനകത്ത്. 8 കോടി MOU അനുസരിച്ച് 8 കോടി ചെലവഴിക്കാമായിരുന്നിടത്ത് അവരുടെ ബില്ല് 7 കോടിയേ ഉള്ളൂ. അവർ റീസണബിൾ ആയിട്ടുള്ള നെഗോസിയേഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇനി അതെല്ലാം ഫൈനലായിട്ട് ഓഡിറ്റ് ചെയ്യട്ടെ. ഓഡിറ്റ് അവർ 7 കോടി ആവശ്യപ്പെടുന്നു. ചെയ്ത ജോലിക്ക് പണം കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരു കോടതി ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധത്തിലേക്ക് പോകുന്നില്ല.
അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. അവരുടെ കയ്യിൽ MOU ഇരിക്കുമല്ലോ സാർ. മറ്റേ 499 വാക്കാൽ പറഞ്ഞാണെന്നാണ് സാറും പറയുന്നത്. കമ്മീഷൻ പറഞ്ഞു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ തീരുമാനം. 8.22 കോടി എന്നുള്ള ധാരണ ഒപ്പിട്ടുകൊണ്ട് അതൊരു കമ്മീഷണർ ധാരണയിലെത്തിയതല്ലേ. അപ്പൊ അത് പിന്നീട് ഇത് ഞങ്ങൾ രണ്ടുപേരും ചെയ്തൊരു കാര്യമല്ല ഇത്. അതിനപ്പുറത്തേക്ക് പോകാനും വയ്യ. അല്ല, അപ്പുറത്തേക്ക് പോകാനും വയ്യ. കോടതിയിൽ നമ്മളത് സബ്മിറ്റ് ചെയ്ത് പോയി. ഊരാലുകളാണ് അപ്പുറത്ത്. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബോർഡ് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം മാറ്റി മറ്റെന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല.